വിദ്യാഭ്യാസത്തിന് മുൻപ് ഇല്ലാതിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കുട്ടികൾക്ക് മുൻപിൽ ഉണ്ടെന്നും ലഭ്യമായ പാഠ്യവും പാഠ്യേതര വിഷയങ്ങളും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ കുട്ടികൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുമെന്നും ചലച്ചിത്ര താരം ടിനി ടോം അഭിപ്രായപ്പെട്ടു. ബ്രഹ്മമംഗലം HSS ആൻഡ് VHSS സ്കൂളിൽ നടക്കുന്ന വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മമ്മൂക്കെ കൂടി സാഞ്ചേതോട് ഒരുമിച്ച് പോയിട്ട് എഴുതുന്ന പരീക്ഷ എഴുതുന്ന ആളാണ് ഞങ്ങളായി മാത്സ്. ഇന്ന് നമ്മൾ പത്രത്തിലുണ്ട്, ഇന്നലെ റിസൾട്ട് പറയുന്ന വലിയാണ് 7ാം ക്ലാസ് പാസ്സായി. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ സമയവുമില്ല. പല മാതാപിതാക്കൾക്കും പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ജീവിതമാണ് വിദ്യാഭ്യാസം. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CK ആശ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതോത്സവം, അറബി സാഹിത്യോത്സവം എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പാമണി നിർവഹിച്ചു. സ്കൂൾ മാനേജർ TR സുഗതൻ, സംഘാടക സമിതി ഭാരവാഹികളായ ഷാജി പുഴവേലി, P പ്രദീപ്, റജി പൂത്തറ, ജനറൽ കൺവീനർ N ജയശ്രീ, പബ്ലിസിറ്റി കൺവീനർ NY അബ്ദുൽ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന് മുന്നോടിയായി വൈക്കം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ജോളിമോൾ ഐസക് പതാക ഉയർത്തി. തുടർന്ന് ഭിന്നശേഷി കുട്ടികൾ നടത്തിയ കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായി. ഉപജില്ലയിലെ 63 സ്കൂളുകളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികൾ 4 ദിവസങ്ങളായി വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 21 വൈകിട്ട് 5 സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.